ഡി സി കോമിക്സിലെ തന്നെ എക്കാലത്തെയും ഇമ്പോർട്ടൻറ്റും അതേപോലെ തന്നെ വ്യാപ്തിയുള്ള ലോറും അവകാശപ്പെടാൻ പറ്റുന്ന ഒരു പറ്റം ക്യാരക്ടേഴ്സാണ് ലാൻഡേൺ കോർ. ബാറ്റ്മാൻ കഴിഞ്ഞാൽ ഡി സിയിലെ എൻ്റെ ഫേവറേറ്റ് സൂപ്പർ ഹീറോ ക്യാരക്ടേഴ്സ്. ഇക്കൂട്ടത്തിൽ മെയിനായിട്ടുള്ള ഗ്രീൻ ലാൻഡേൺസിനെ ബേസ് ചെയ്ത് പല അഡാപ്റ്റേഷൻസും ഡി സി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ലൈവ് ആക്ഷനിൽ ഇതെല്ലാം അൻപേ പരാജയമായിരുന്നു. ഇപ്പോഴും റയൻ റെയ്നോൾഡ്സ് കളിയാക്കി നടക്കുന്ന 2011 ആ ഒരു ലൈവ് ആക്ഷൻ സിനിമ ഇതിനൊരു ഉദാഹരണമാണ്. എന്തായാലും ജെയിംസ് ഗണ്ണിൻ്റെ ഡി സി യുവിൻ്റെ ഭാഗമായി ഇപ്പോൾ ലാൻഡേൺ സീരീസ് എത്തുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഡി സി കോമിക്സിലെ എക്കാലത്തെയും വലിയ ലോറിൽ ഒന്നായ ലാൻഡേൺ കോറിനെ പറ്റി, എസ്പെഷ്യലി ഗ്രീനിന് പുറമെയുള്ള മറ്റ് ലാൻഡേൺസിനെ പറ്റി, ഇവരുടെ റിങ്ങുകളിലെ വ്യത്യസ്ത പവറുകളെയും പറ്റിയുള്ള കണ്ടന്റ് നമ്മളൊന്ന് പൊടി തട്ടിയെടുക്കുകയാണ്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. 1940 ജൂലൈയിൽ ഓൾ അമേരിക്കൻ കോമിക്സ് ഇഷ്യൂ 6 ഗ്രീൻ ലാൻഡേൺ ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത്. ആദ്യത്തെ ഗ്രീൻ ലാൻഡേൺ അലൻ സ്കോട്ട് എന്നൊരു റെയിൽറോഡ് എഞ്ചിനീയർ ആയിരുന്നു. റെയിൽവേ ക്രാഷിനെ തുടർന്ന് ലഭിക്കുന്ന മാന്ത്രിക ശക്തിയുള്ള ലാൻഡേണിൽ നിന്ന് അലൻ തന്നെയാണ് സ്വന്തമായി റിംഗ് ക്രാഫ്റ്റ് ചെയ്തെടുക്കുന്നത്. തടി കൊണ്ടുള്ള ഒബ്ജക്റ്റിനെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല 24 മണിക്കൂർ കൂടുമ്പോൾ ഒരു തവണയെങ്കിലും റിംഗ് റീചാർജ് ചെയ്തിരിക്കണം. ഇതായിരുന്നു ഈ റിങ്ങിൻ്റെ ലിമിറ്റേഷൻസ്. അലൻ സ്കോട്ട് കൂടുതലും നേരിട്ടത് ഹ്യൂമൻ വിലൻസിനെ ആണെങ്കിലും വാൻഡൽ സാവേജ്, സോളമൻ ഗ്രണ്ടി തുടങ്ങിയവരുമായിട്ടും പോരാടിയിട്ടുണ്ട്. ഗോൾഡൻ ഏജ് ഓഫ് കോമിക്സിൽ, അതായത് 1938 മുതൽ 56 വരെ ഗ്രീൻലാൻഡേൺ ആയിരുന്ന അലൻ അന്നത്തെ ജസ്റ്റിസ് സൊസൈറ്റിയുടെയും മെമ്പറാണ്. 1959 ഗ്രീൻ ലാൻഡേണിൻ്റെ റീവാമ്പിൻ്റെ ഭാഗമായി ജൂലിയസ് സ്കോട്ട്സ് ആണ് നമ്മൾ ഇന്ന് കാണുന്ന ഹാൽ ജോർഡാൻ എന്ന ടെസ്റ്റ് പൈലറ്റായ ഗ്രീൻ ലാൻഡേണിനെ കൊണ്ടുവരുന്നത്. അലൻ സ്കോട്ടുമായിട്ടുള്ള പവേഴ്സിൻ്റെ സാമ്യമല്ലാതെ ഈ കഥാപാത്രം കോസ്റ്റ്യൂമിലും ക്യാരക്ടറിസ്റ്റിക്സിലും തികച്ചും വ്യത്യസ്തമായിരുന്നു. അബിൻസുർ എന്ന ഏലിയൻ തൻ്റെ മരണത്തിന് മുൻപ് ലാൻഡേൺ റിംഗ് ഹാലിന് കൈമാറുന്നു. അബിൻസുർ ഗ്രീൻലാൻഡൻ കോർപ്സ് എന്ന ഇന്റർസ്റ്റെല്ലാർ ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസിയുടെ ഓഫീസറായിരുന്നു. ഭാവിയിൽ ജസ്റ്റിസ് ലീഗ് ഓഫ് അമേരിക്കയുടെ തന്നെ ഫൗണ്ടിംഗ് മെമ്പറാവും ഹാൽ ജോർഡാൻ. ഈ സമയം ഈ റിങ്ങിന് അർഹതപ്പെട്ട ഒരാൾ കൂടി ഭൂമിയിലുണ്ടായിരുന്നു, ഗൈ ഗാർഡിനർ. ഹാൽ ജോർഡൻ ആയിരുന്നു അബിൻസൂറിന്റെ അടുത്ത് എന്നതാണ് റിംഗ് ഹാലിന്റെ കയ്യിലെത്തിച്ചേരാൻ കാരണം. അതിനുശേഷം ഡിട്രോയിറ്റിലുള്ള ആർക്കിടെക്ചറായ ജോൺ സ്റ്റുവർട്ട് ഗ്രീൻലാൻഡൻ ആകുന്നു. പിന്നീട് കൈൽ റൈനർ, സൈമൺ ബാസ് തുടങ്ങി ഇപ്പോൾ ജെസിക്ക ക്രൂസ് വരെ ഗ്രീൻലാൻഡനിലെ മെമ്പേഴ്സാണ്. പ്രപഞ്ചത്തിൽ 7 ഡിഫറൻ്റ് ആയിട്ടുള്ള ഇമോഷൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന 7 എൻറ്റിറ്റികൾ ഉണ്ടായിരുന്നു. ഇവയിൽ നിന്നുമാണ് ലാൻഡേൺ റിങ്സിന് പവർ ലഭിക്കുന്നത്. മാത്രമല്ല ഓരോ ഇമോഷൻസും ലൈറ്റ് സ്പെക്ട്രത്തിലെ ഓരോ കളറിനെയും റെപ്രസെൻ്റ് ചെയ്യുന്നു. മെറ്റീരിയലൈസ്ഡ് ആയിട്ടുള്ള ലൈറ്റ് എനർജി പ്രൊജക്ഷൻസുകൾ നിർമ്മിക്കുക എന്നതാണ് റിങ്ങിൻ്റെ മെയിൻ പവറെങ്കിലും ബേസിക് പവേഴ്സായിട്ട് പറക്കാനുള്ള കഴിവും പേഴ്സണൽ ഫോഴ്സ് ഫീൽഡും അതേപോലെ സ്പേസിൽ ട്രാവൽ ചെയ്യുക തുടങ്ങിയ പവേഴ്സും റിംഗ് യൂസറിന് പ്രൊവൈഡ് ചെയ്യുന്നു. ഗ്രീൻലാൻഡൻ കോർപ്സിൻ്റെ നേതാക്കളും സ്ഥാപകരുമാണ് ഗാർഡിയൻസ് ഓഫ് ദി യൂണിവേഴ്സ്. അവർ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രത്തിലുള്ള അവരുടെ ഹോം വേൾഡായ ഓവയിൽ നിന്ന് ഭരിക്കുന്നു. നീലത്തൊലിയും വെള്ളം മുടിയുമുള്ള ഹസ്സു മനുഷ്യരാണ് ഗാർഡിയൻസ്. അവർ പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കപ്പെട്ടതിൽ ഏറ്റവും പുരാതനമായിട്ടുള്ള ജീവികളിൽ ഒന്നാണ്. ഇമോഷണൽ സ്പെക്ട്രത്തിൻ്റെ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഗ്രീൻ കളർ റെപ്രസെൻ്റ് ചെയ്യുന്ന വിൽ പവറിനെ വീൽഡ് ചെയ്ത് അവർ ഗ്രീൻലാൻഡൻ കോറിന് ജന്മം നൽകുന്നു. റെഡ് ലാൻഡേൺസ്. റേജ് അഥവാ ക്രോധം എന്ന ഇമോഷൻസിനെയാണ് റെഡ് ലാൻഡേൺസ് ഹാർനസ് ചെയ്യുന്നത്. ദി ബുച്ചർ എന്ന കാളയുടെ രൂപമുള്ള എൻറ്റിറ്റിയാണ് റേജ് എന്ന ഇമോഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. കടുത്ത കലി അനുഭവപ്പെടുന്നവർക്കാണ് ഈ പവറിലേക്ക് ടാപ്പ് ഇൻ ചെയ്യാൻ സാധിക്കുന്നത്. പക്ഷേ അത് ചെയ്യുന്നതോടെ അവരുടെ ഹൃദയവും ചോരയും ഉപയോഗശൂന്യമാകുന്നു. പകരം അവരുടെ റിങ് ഹാർട്ടായും ലിക്വിഡ് ഫോമിലുള്ള ലാവ പോലത്തെ റെഡ് എനർജി ബ്ലഡായും ആക്ട് ചെയ്യുന്നു. വളരെയധികം കലിപ്പിൽ നിൽക്കുന്നവരായതുകൊണ്ട് തന്നെ സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള ശേഷി ഇവർക്ക് കുറവാണ്. അതുകൊണ്ട് തന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള ലൈറ്റ് കൺസ്ട്രക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ ഇവർക്ക് ബുദ്ധിമുട്ടാണ്. ബേസിക് ഇൻസ്റ്റിങ്ക്റ്റിൽ വർക്ക് ചെയ്യുന്ന ഇവർ അവരുടെ ബ്ലഡാണ് മെയിൻ ആയുധമായി ഉപയോഗിക്കുന്നത്. ബാക്കി ലാൻഡേൺസിൻ്റെ കൺസ്ട്രക്റ്റുകളെയും പേഴ്സണൽ ഫോഴ്സ് ഫീൽഡിനെയും ഉരുക്കിക്കളയാൻ ഈ ബ്ലഡിനാകും. ബ്ലഡും ഹാർട്ടും ഇല്ലാത്തത് കൊണ്ട് തന്നെ റിങ് റിമൂവ് ചെയ്താൽ റെഡ് ലാൻഡേൺസ് മരിക്കും. ഇതിൽ നിന്നും അവരുടെ ഹൃദയത്തെ പൂർവ്വസ്ഥിതിയിൽ കൊണ്ടുവരാൻ ബ്ലൂ ലാൻഡേൺ റിങ്ങിന് മാത്രമേ സാധിക്കൂ. ഇമോഷണൽ സ്പെക്ട്രത്തിൻ്റെ അറ്റത്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ വളരെ അൺസ്റ്റേബിളും കൺട്രോൾ ചെയ്യാൻ പാടുമായിട്ടുള്ള ഒരു ഇമോഷനാണ് റേജ്. അട്രോസിറ്റസ് ആണ് ഏറ്റവും ആദ്യത്തെ റെഡ് ലാൻഡേൺ. സൂപ്പർ ഗേൾ, ഗൈ ഗാർഡനർ, മീര തുടങ്ങിയവർ എർത്തിൽ നിന്നുള്ള പ്രമുഖ റെഡ് ലാൻഡേൺസ് ആണ്. യെസ്മുൾട്ട് എന്ന പ്ലാനറ്റാണ് റെഡ് ലാൻഡേൺസിൻ്റെ സങ്കേതം. ഓറഞ്ച് ലാൻഡേൺ കോർപ്സ്.
ഗ്രീഡ് അഥവാ അത്യാഗ്രഹത്തെയാണ് ഓറഞ്ച് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സർപ്പരൂപമുള്ള ഓംഫീഡിയനാണ് ഗ്രീഡിൻ്റെ എൻറ്റിറ്റി. വീൽഡറിൻ്റെ അത്യാഗ്രഹത്തെ ലിമിറ്റ്ലെസ് ആക്കുകയാണ് ഈ റിംഗ് ചെയ്യുന്നത്. ഇമോഷണൽ സ്പെക്ട്രത്തിൽ 2 പാരസൈറ്റ് റിങ്ങുകളിൽ ഒരെണ്ണമാണ് ഇത്. അതായത് ഇതിൻ്റെ യൂസേഴ്സ് വളരെ അത്യാഗ്രഹികളാകണമെന്ന് നിർബന്ധമില്ല. മനസ്സിൽ ചെറിയ ആഗ്രഹങ്ങൾ ഉള്ളവരുടെ വരെ ഇമോഷനെ ഈ റിംഗ് ആംപ്ലിഫൈ ചെയ്ത് അത്യാഗ്രഹത്തിൻ്റെ ഭ്രാന്തമായ ഒരു അവസ്ഥയിൽ അവരെ എത്തിക്കുന്നു. റിംഗ് ഊരിക്കഴിഞ്ഞാൽ പിന്നെ യൂസേഴ്സ് തിരിച്ച് പഴയപടിയാവും. പിന്നെ ഈ റിങ്ങിൻ്റെ അടുത്തു പോലും പോകാൻ അവർ ആഗ്രഹിക്കില്ല. ലാർഫീസ് അഥവാ ഏജന്റ് ഓറഞ്ച് ആണ് ഒരേ ഒരു മെയിൻ ഓറഞ്ച് ലാൻഡേൺ. ഏജന്റ് ഓറഞ്ച് തന്നെയാണ് എൻ്റയർ ഓറഞ്ച് ലാൻഡേൺ കോറും. താൻ കൊന്ന ആളുകളുടെയൊക്കെ ഐഡന്റിറ്റി സ്റ്റീൽ ചെയ്യാനും അവരുടെ രൂപത്തിൽ ലിവിങ് കൺസ്ട്രക്റ്റുകളെ നിർമ്മിക്കാനും ലാർഫീസിന് ഓറഞ്ച് റിങ്ങിൻ്റെ സഹായത്തോടെ സാധിക്കുന്നു. ഈ കൺസ്ട്രക്റ്റുകളാണ് ഓറഞ്ച് ലാൻഡേൺ കോപ്സ്. അതായത് ഏജന്റ് ഓറഞ്ച് ഒറ്റയ്ക്കൊരു ആർമി തന്നെയാണ്. ഓറഞ്ച് ബാറ്ററിയുടെ ശക്തി മനസ്സിലാക്കിയ ഗാർഡിയൻസ് ലാർഫീസുമായി ഒരു എഗ്രിമെൻറ്റിലെത്തുന്നു. ലാർഫീസിന് ഓറഞ്ച് പവർ തൻ്റെ കയ്യിൽ വയ്ക്കാം, പക്ഷേ തൻ്റെ സെക്ടറായ വേഗ സിസ്റ്റത്തിൽ നിന്ന് ഒരിക്കലും ഓറഞ്ച് ലൈറ്റ് പുറത്തു കൊണ്ടുവരാൻ പാടില്ല. പകരം ഗാർഡിയൻസ് വേഗ സിസ്റ്റത്തിൽ കൈകടത്തില്ല. ഇതായിരുന്നു എഗ്രിമെൻറ്റ്. റെഡ് ലാൻഡേൺസിനു ബ്ലഡിൻ്റെ പവർ എന്ന പോലെ ബ്ലൂവും ഇൻഡിഗോയും ഒഴികെ ബാക്കി എല്ലാ ലൈറ്റിൻ്റെ കൺസ്ട്രക്റ്റിനെയും അബ്സോർബ് ചെയ്യാനുള്ള സ്പെഷ്യൽ പവർ ഓറഞ്ച് ലൈറ്റിനുണ്ട്. അതേസമയം യൂസറിന് എപ്പോഴും അസഹനീയമായ വിശപ്പായിരിക്കും. ഈ ഫീലിങ്ങിന് ശമനം നൽകാൻ ബ്ലൂ ലാൻഡേൺസിന് മാത്രമേ സാധിക്കൂ. ഹാൽ ജോർഡാൻ ഒരിക്കൽ ടെമ്പററിയായി ഓറഞ്ച് ലാൻഡേൺ റിംഗ് ധരിച്ചിട്ടുണ്ട്. മാത്രമല്ല ബ്ലാക്കസ്റ്റ് നൈറ്റ് സ്റ്റോറിയിൽ മീരർ റെഡ് ലാൻഡേൺ ആയതുപോലെ ലെക്സ് ലൂഥർ ഓറഞ്ച് ലാൻഡേണും ആയിട്ടുണ്ട്. വേഗ സ്റ്റാർ സിസ്റ്റത്തിലെ ഒക്കാര എന്ന പ്ലാനറ്റാണ് ഓറഞ്ച് ലാൻഡേണിൻ്റെ ബേസ്. യെല്ലോ ലാൻഡേൺ കോപ്സ്. ഫിയർ അഥവാ ഭയത്തെയാണ് യെല്ലോ സൂചിപ്പിക്കുന്നത്. വേറെ ഒരാളിൽ ഭയം വളർത്താൻ കഴിയുള്ള വ്യക്തികൾക്കാണ് ഈ റിംഗ് വീൽഡ് ചെയ്യാൻ പറ്റുന്നത്. ഇത് ആദ്യമായി ഹാർനസ് ചെയ്തത് മുൻ ഗ്രീൻ ലാൻഡേണും ഹാൽ ജോർഡാന്റെ ആർച്ച് നെമിസിസുമായ സിനിസ്ട്രോ ആണ്. അതുകൊണ്ട് തന്നെ DC-യിൽ ഗ്രീനിനു ശേഷം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട പവർ റിംഗ് യെല്ലോ ആണ്. ഒരു ഇൻസെക്റ്റിനോട് രൂപസാദൃശ്യമുള്ള പാരലാക്സ് ആണ് ഫിയറിന്റെ എൻറ്റിറ്റി. ഗ്രീൻ ലാൻഡേൺസിനെ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യാൻ കഴിവുള്ള ഇമോഷൻ ഫിയർ ആണ്. ആദ്യം യെല്ലോ റിംഗ് ഉണ്ടാക്കി യൂസ് ചെയ്തിരുന്ന സിനിസ്ട്രോ പിന്നീട് യെല്ലോ ലാൻഡേൺസിനെ റിക്രൂട്ട് ചെയ്തു തുടങ്ങി. അതുകൊണ്ട് ഇവ സിനിസ്ട്രോ കോപ്പ് എന്നും അറിയപ്പെടുന്നു. തൻ്റെ എതിരാളിയുടെ വേഴ്സ്റ്റ് നൈറ്റ്മെയർ എന്താണെന്ന് മനസ്സിലാക്കി അത് അയാൾക്ക് നേരെ ഉപയോഗിക്കാനുള്ള കഴിവ് യെല്ലോ റിങ്ങിനുണ്ട്. ബ്ലൂ ലാൻഡേൺ റിങ്ങിന് യെല്ലോ റിങ്ങിൻ്റെ പവറിനെ നള്ളിഫൈ ചെയ്യാനായിട്ട് കഴിയും. ഒരിക്കൽ യെല്ലോ ലാൻഡേൺ റിംഗ് ബാറ്റ്മാനെ തേടി വന്നിട്ടുണ്ട്. പക്ഷെ ബാറ്റ്മാൻ അത് നിരസിക്കുകയും ഊരിക്കളയുകയും ചെയ്തു. പിന്നീട് ബ്ലാക്കസ്റ്റ് നൈറ്റ് സ്റ്റോറിയുടെ ഭാഗമായി ബാറ്റ്മാൻ്റെ വില്ലനായ സ്കയർ ക്രോയ്ക്ക് ഈ റിംഗ് ലഭിക്കുന്നുണ്ട്. ഇൻജസ്റ്റിസ് സ്റ്റോറി ലൈനിൽ തോൽവിയുടെ വക്കിലെത്തിയ സൂപ്പർമാന് യെല്ലോ റിംഗ് ലഭിക്കുകയും സൂപ്പർമാൻ തിരിച്ച് പവറിൽ വരികയും ചെയ്തിട്ടുണ്ട്. അതേപോലെ സൈബോർഗ് സൂപ്പർമാനും യെല്ലോ ലാൻഡേൺ കോപ്സിൻ്റെ ഒരു ഭാഗമാണ്. ഗ്രീൻ ലാൻഡേൺ കോപ്സ്. വിൽ പവർ അഥവാ ഇച്ഛാശക്തിയാണ് ഗ്രീനിന് പവർ നൽകുന്നത്. സ്പെക്ട്രത്തിൻ്റെ നടുക്കാണ് ഇവയുടെ സ്ഥാനം. ഇന്റർസ്റ്റെല്ലാർ പീസ് കീപ്പിംഗ് പോലീസ് ഫോഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ നേരത്തെ പറഞ്ഞ ഗാർഡിയൻസ് ആണ് ഈ എനർജി ആദ്യം ഹാർനസ് ചെയ്യുന്നത്. വീൽഡറിൽ ഏറ്റവും കുറഞ്ഞ ഇൻഫ്ലുവൻസ് ചെലുത്തുന്ന ലൈറ്റ് എന്നത് ഇതിൻ്റെ പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് മറ്റു സ്ട്രോങ്ങർ ഇമോഷൻസിന് പകരം ഗാർഡിയൻസ് വിൽ പവർ തന്നെ ഹാർനസ് ചെയ്യുന്നത്. പകരം വയ്ക്കാനാകാത്ത അത്രയും മനഃശക്തിയുള്ള ഒരാൾക്ക് മാത്രമേ ഇത് യൂസ് ചെയ്യാൻ സാധിക്കൂ. 10,000-ഓളം ലാൻഡേൺസ് അടങ്ങുന്ന ഗ്രീൻ ലാൻഡേൺ കോർ യൂണിവേഴ്സിനെ 3600 സെക്ടറായി തിരിച്ചിട്ടുണ്ട്. പോപ്പുലേഷൻ ഡെൻസിറ്റി അനുസരിച്ച് ഓരോ സെക്ടറിലും ഒന്നോ അതിലധികമോ ലാൻഡേൺസിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടാകും. അതുകൂടാതെ ബാക്കിയുള്ളവർ ബാക്കപ്പായി ആക്ട് ചെയ്യും. 2814 സെക്ടറിലാണ് എർത്ത് വരുന്നത്. തിമിംഗലത്തിനോട് സാമ്യതയുള്ള രൂപമുള്ള അയോൺ ആണ് വിൽ പവറിന്റെ എൻറ്റിറ്റി. പ്ലാനറ്റ് ഓവയാണ് ഇവരുടെ ബേസ്. ബ്ലൂ ലാൻഡേൺ കോപ്സ്. ഹോപ്പ് അഥവാ പ്രത്യാശയെയാണ് ബ്ലൂ റെപ്രസെന്റ് ചെയ്യുന്നത്. 3 തലയുള്ള പക്ഷിയുടെ രൂപമുള്ള അഡാരയാണ് ഹോപ്പിന്റെ എൻറ്റിറ്റി. മറ്റുള്ളവർക്ക് ഹോപ്പ് നൽകാൻ കെൽപ്പുള്ള ആളുകൾക്കാണ് ഈ റിംഗ് ലഭിക്കുന്നത്. മനസ്സിലാക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും എന്നാൽ ഒരേ സമയം സ്പെക്ട്രത്തിലെ ഏറ്റവും പവർഫുള്ളും വീക്കുമായ റിംഗാണിത്. മറ്റേത് റിങ്ങിനുള്ളതിനേക്കാൾ കൂടുതൽ സ്പെഷ്യൽ പവേഴ്സ് ബ്ലൂ റിങ്ങിനുണ്ട്. പക്ഷേ ബ്ലൂ റിങ്ങിന്റെ കംപ്ലീറ്റ് പവർ ആക്ടിവേറ്റ് ആക്കണമെങ്കിൽ അതിൻ്റെ അടുത്തൊരു ഗ്രീൻ റിംഗ് വേണം. ഗൺതെറ്റും സെയ്തും എന്നു പേരുള്ള ഗാർഡിയൻസ് ആണ് ബ്ലൂവിനെ ഹാർനസ് ചെയ്യുന്നത്. ഗ്രീൻ റിങ്ങിന്റെ സാമീപ്യം ഇല്ലെങ്കിൽ ബ്ലൂ റിങ്ങിന് ബേസിക് പവേഴ്സ് മാത്രമേ ഉണ്ടാകൂ. സ്വന്തമായി മനഃശക്തി ഇല്ലാതെ പ്രത്യാശ പൊള്ളയാണ് എന്നതുകൊണ്ടാണിത്. അതായത് ഹോപ്പ് ഈസ് നത്തിങ് വിത്തൗട്ട് വിൽ പവർ. മുറിവ് പറ്റിയവരെ ഹീൽ ചെയ്യാനും അതേപോലെ ബാക്കിയുള്ള റിങ്സിന്റെ പവേഴ്സ് ആംപ്ലിഫൈ ചെയ്യാനും ആളുകളുടെ പ്രതീക്ഷ സാക്ഷാത്കരിക്കാനും ഒരു പരിധിവരെ ഈ റിങ്ങിന് കഴിയും. കോറിലെ ലേറ്റസ്റ്റ് മെമ്പേഴ്സാണ് നെക്സ്റ്റ് മെമ്പേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത്.
ബ്ലാക്കസ്റ്റ് നൈറ്റിന്റെ ഭാഗമായി ബാരി അലൻ, അതായത് ഫ്ലാഷ്, ബ്ലൂ ലാൻഡേൺ ആയിട്ടുണ്ട്. പ്ലാനറ്റ് ഓഡിമാണ് ബ്ലൂ ലാൻഡേൺസിന്റെ ബേസ്. ഇൻഡിഗോ, കമ്പാഷൻ അഥവാ അനുകമ്പ. ഇൻഡിഗോ ട്രൈബ് എന്നാണ് ഇൻഡിഗോ ലാൻഡേൺ കോർ അറിയപ്പെടുന്നത്. ഇമോഷണൽ സ്പെക്ട്രത്തിലെ രണ്ടാമത്തെ പാരസൈറ്റിക് റിംഗ് ആണ് ഇൻഡിഗോ. ഓറഞ്ച് റിംഗ് ഒരാളുടെ ഉള്ളിലെ ആഗ്രഹത്തെയാണ് ആംപ്ലിഫൈ ചെയ്യുന്നതെങ്കിൽ ഇൻഡിഗോ റിംഗ് പ്രിഫർ ചെയ്യുന്നത് അനുകമ്പ അടുത്തേക്കിടി പോലും പോവാത്ത ആളുകളെയാണ്. ഏറ്റവും സ്വാർത്ഥരും ക്രൂരന്മാരുമായ ആൾക്കാരെ ഈ റിംഗ് ചൂസ് ചെയ്ത് അവരുടെ മനസ്സിൽ അനുകമ്പ നിറയ്ക്കും. തങ്ങൾ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള സകല കുറ്റകൃത്യങ്ങൾക്കും അവർ പശ്ചാത്തപിക്കും. അവർ മാനസാന്തരപ്പെടും. എന്നാൽ ഓറഞ്ച് റിങ്ങിന് എതിരെന്നോളം ഇൻഡിഗോ റിംഗ് ഊരിക്കഴിഞ്ഞാൽ ഇവർ പഴയപടി തന്നെയാകും. ഈ റിംഗ് തങ്ങളിൽ കൊണ്ടുവന്ന മാറ്റങ്ങളെ പറ്റിയും ചെയ്ത നല്ല കാര്യങ്ങളെയും പറ്റിയും ഒക്കെ അവർ മറക്കും. പക്ഷേ കാലക്രമേണ ഈ ഓർമ്മകൾ അവരിലേക്ക് തിരിച്ചു വരികയും അവർ വീണ്ടും ഈ റിംഗ് ധരിക്കാൻ താല്പര്യപ്പെടുകയും ചെയ്യും. രോഗികളെയും മുറിവേറ്റവരെയും സുഖപ്പെടുത്താൻ ഇൻഡിഗോ റിങ്ങിന് കഴിയും. പക്ഷേ ഒരാൾ ഓൾറെഡി കമ്പാഷനേറ്റ് ആണെങ്കിൽ റിങ്ങിനെ അവരെ ബ്രെയിൻ വാഷ് ചെയ്യേണ്ടി വരില്ല. ബ്ലാക്കസ്റ്റ് നൈറ്റിന്റെ ഭാഗമായി ആറ്റം അഥവാ റേ പാൽമർ ഇങ്ങനെയാണ് ഇൻഡിഗോ ട്രൈബിന്റെ പാർട്ടാകുന്നത്. ബാറ്ററിക്ക് പകരം ഒരു മാന്ത്രിക ദണ്ഡാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഇൻഡിഗോ റിങ്ങിന്റെ യൂസേഴ്സിന് മറ്റു ലൈറ്റുകളെ അവരുടേതായ രീതിയിൽ കോപ്പി ചെയ്യാനായി സാധിക്കും. അതേപോലെ യൂസറിനെ യൂണിവേഴ്സിന്റെ ഏതൊരു ഭാഗത്തേക്കും ടെലിപ്പോർട്ട് ചെയ്യാനും ഈ റിങ്ങിന് ആകും. ഇതൊക്കെയാണ് ഇൻഡിഗോ റിങ്ങിന്റെ സൂപ്പർ പവേഴ്സ്. നീരാളിയുടെ രൂപമുള്ള പ്രോസലൈറ്റ് ആണ് ഇൻഡിഗോയുടെ എൻറ്റിറ്റി. വയലറ്റ്, ലവ് അഥവാ സ്നേഹം. സ്നേഹിക്കാൻ കഴിവുള്ളവർ, റിജക്ഷൻ അഥവാ നഷ്ടം അനുഭവിച്ചവരൊക്കെയാണ് ഈ റിംഗ് ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നത്. സാമറോൺസ് എന്ന ഓൾ ഫീമെയിൽ ഏലിയൻ സ്പീസീസ് ആണ് സ്റ്റാർ സഫയർ എന്ന രത്നം ഉപയോഗിച്ച് വയലറ്റ് ലൈറ്റിനെ ഹാർനസ് ചെയ്യുന്നത്. ഇമോഷണൽ സ്പെക്ട്രത്തിന്റെ ഇങ്ങേയറ്റത്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ വയലറ്റ് ലൈറ്റിന് യൂസറുടെ മേൽ കൂടുതൽ കൺട്രോൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ വളരെ അൺപ്രഡിക്റ്റബിൾ ആയി ആക്ട് ചെയ്യുന്ന ഇവർ തങ്ങൾ സ്നേഹിക്കുന്നവരെ ഉപദ്രവിക്കാനും അവരെ റിംഗ് നിർമ്മിക്കുന്ന വയലറ്റ് ക്രിസ്റ്റലിൽ തടവിലാക്കി വെക്കുകയും ചെയ്യാറുണ്ട്. സ്റ്റാർ സഫയറിന് ആദ്യം പവർ നൽകിയിരുന്നത് ഇതേ പേരിലുള്ള ഒരു രത്നമാണ്. പക്ഷേ രത്നത്തിന് യൂസറുടെ മേൽ കൂടുതൽ കൺട്രോൾ ഉള്ളത് കൊണ്ട് തന്നെ സാമറോൺസ് ഇവ പിന്നീട് ഗ്രീൻ ലാൻഡേൺസിന്റെ പോലെ മോതിരമാക്കി മാറ്റുന്നു. ഹാൽ ജോർഡാന്റെ ഗേൾഫ്രണ്ടായ കാരോൾ ഫെറിസ് ആണ് പ്രമുഖ സ്റ്റാർ സഫയർ. അതുകൊണ്ട് തന്നെ ഡി സിയിലേക്ക് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഇമോഷണൽ പവർ യൂസേഴ്സിൽ ഒന്ന് തന്നെയാണ് സ്റ്റാർ സഫയർ. ആദ്യം ഒരു നെഗറ്റീവ് ക്യാരക്ടറായാണ് സ്റ്റാർ സഫയർ വന്നതെങ്കിലും പിന്നീട് ഇവർ നല്ല ക്യാരക്ടേഴ്സ് ആവുകയും അതുപോലെ തന്നെ കാരോൾ സ്റ്റാർ സഫയേഴ്സിന്റെ ലീഡറുമാകുന്നു. മരിച്ചവരെ അവരെ സ്നേഹിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്നും പവർ എടുത്ത് ജീവൻ തിരിച്ചു നൽകാൻ വയലറ്റ് റിങ്ങിന് കഴിയും. ഇതുകൂടാതെ ടെലിപ്പോർട്ടേഷനുള്ള പവറും സ്നേഹിക്കുന്നവരെ തമ്മിൽ കണക്ട് ചെയ്യാനുള്ള പവറും ഇവർക്കുണ്ട്. ഡ്രാഗന്റേതുപോലെ രൂപമുള്ള ദി പ്രിഡേറ്റർ ആണ് ലവിന്റെ എൻറ്റിറ്റി. സ്ത്രീകളാണ് മോസ്റ്റ്ലി വയലറ്റ് കോറിലെ മെമ്പേഴ്സ് എങ്കിലും പല സന്ദർഭങ്ങളിൽ ഗൈ ഗാർഡനർ, സൂപ്പർമാൻ പ്രേം തുടങ്ങിയവരും വയലറ്റ് റിംഗ് ധരിച്ചിട്ടുണ്ട്. ഡാർക്കസ്റ്റ് നൈറ്റ് സ്റ്റോറി ലൈനിന്റെ ഭാഗമായി വണ്ടർ വുമണും ഒരു സ്റ്റാർ സഫയർ ആകുന്നുണ്ട്. ബ്ലാക്ക്, ഡെത്ത് അഥവാ മരണം. ടെക്നിക്കലി ഇതൊരു ഇമോഷണൽ സ്പെക്ട്രത്തിന്റെ ഭാഗമല്ല. പക്ഷേ ലൈഫിന്റെ അസാന്നിധ്യത്തെ, അതായത് എംപ്റ്റിനെസിനെയും ഡെത്തിനെയും ഇത് സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിനൊരു എൻറ്റിറ്റി ഇല്ല. മറിച്ച് മരണത്തിന്റെ പ്രതിരൂപമായ നെക്രോൺ ആണ് ബ്ലാക്ക് ലാൻഡേൺസിന്റെ അൾട്ടിമേറ്റ് പവർ സോഴ്സ്. മരണം ഒരു തവണ സംഭവിച്ചവർക്ക് റിസറക്റ്റ് ചെയ്ത് ബ്ലാക്ക് ലാൻഡേൺ ആകാൻ സാധിക്കും. അതും റിവൈവ് ചെയ്യുമ്പോൾ 100% പ്രോപ്പർ ആയിട്ടുള്ള ഒരു തിരിച്ചുവരവായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഇവർ സോംബികളെ പോലെ ആയിരിക്കും. ബ്ലാക്ക് ഹാൻഡ് ആണ് ആദ്യത്തെ ബ്ലാക്ക് ലാൻഡേൺ. ഓൾറെഡി ഗ്രീൻ ലാൻഡേണിന്റെ ഒരു വില്ലനായിരുന്ന ബ്ലാക്ക് ഹാൻഡ് ഡെത്തിന്റെ പ്രസൻസ് മനസ്സിലാക്കുകയും അത് യൂസ് ചെയ്യാൻ ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്നു. അതിനുശേഷം മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന ബ്ലാക്ക് ഹാൻഡ് ബ്ലാക്ക് ലാൻഡേൺ ആവുകയും നെക്രോണിന് വേണ്ടി ലോകത്തെ കീഴടക്കാൻ നോക്കുകയും ചെയ്യുന്നു. ബ്ലാക്ക് ലാൻഡേൺസിനെ ബാക്കിയുള്ളവർ എതിരിടുന്ന കഥയാണ് ബ്ലാക്കസ്റ്റ് നൈറ്റ് സ്റ്റോറി ലൈൻ. ബ്ലാക്കസ്റ്റ് നൈറ്റ് സ്റ്റോറി ലൈനിൽ മരണമടഞ്ഞ ബാറ്റ്മാൻ, സൂപ്പർമാൻ, അക്വാമാൻ, സ്വാം തിങ് തുടങ്ങി പല പ്രമുഖ കഥാപാത്രങ്ങളും ബ്ലാക്ക് ലാൻഡേൺസ് ആകുന്നുണ്ട്. ബേസിക് പവറിന്റെ കൂടെ തന്നെ യൂസറിന്റെ ബോഡി റീജനറേറ്റ് ചെയ്യാനുള്ള കഴിവും മാത്രമല്ല യൂസറിന് മരിക്കുമ്പോൾ ഉണ്ടായിരുന്ന സൂപ്പർ പവറും റിവൈവ് ചെയ്തതിനു ശേഷം ഇവർക്കുണ്ടാവും. വൈറ്റ് ലൈറ്റും ഗ്രീനിന്റെയും മറ്റേതെങ്കിലും ഒരു കോറിന്റെ കമ്പൈൻഡ് പവറുമാണ് ബ്ലാക്കിന്റെ വീക്ക്നസ്. റിങ്ങിന് റീജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതിലും വേഗത്തിൽ യൂസേഴ്സിനെ നശിപ്പിക്കാൻ പറ്റിയാൽ ഇവരെ തോൽപ്പിക്കാൻ സാധിക്കും. ഇനിഷ്യലി ബ്ലാക്ക് റിങ്ങിന് ചാർജ് ഉണ്ടാകില്ല. തങ്ങൾ നടത്തുന്ന ഓരോ കൊലയ്ക്കും അനുസരിച്ച് ബ്ലാക്ക് ലാൻഡേൺ കോറിലെ മെമ്പേഴ്സിന്റെ റിംഗ് ഓട്ടോമാറ്റിക്കലി റീചാർജ് ആകുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് വേറെ ബാറ്ററിയുടെ ആവശ്യമില്ല. വൈറ്റ് ലാൻഡേൺസ്. വൈറ്റ് ലൈറ്റ് ആണ് സ്പെക്ട്രത്തിന്റെ ഒറിജിൻ. തുടക്കത്തിൽ യൂണിവേഴ്സ് മൊത്തം ഡാർക്ക്നെസ് ആയിരുന്നു. പിന്നീട് വൈറ്റ് ലൈറ്റിന്റെ ഉത്ഭവത്തിനെ തുടർന്ന് 700 വർഷത്തോളം കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശമായിരുന്നു യൂണിവേഴ്സിൽ. ഇത് ഡിവൈഡായി 7 നിറങ്ങൾ ഉണ്ടാകുന്നു. വൈറ്റ് എനർജി ജീവജാലങ്ങളിൽ നിന്ന് വരികയും ജീവജാലങ്ങൾ വൈറ്റ് എനർജിയിൽ നിന്ന് വരികയും എന്നാണ് കൺസെപ്റ്റ്. ദി എൻറ്റിറ്റി എന്നാണ് വൈറ്റ് ലൈറ്റിന്റെ എൻറ്റിറ്റിയുടെ പേര്.
റിസറക്ഷൻ, ടെലിപ്പോർട്ടേഷൻ, ലോങ് ലാസ്റ്റിംഗ് കൺസ്ട്രക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുക തുടങ്ങിയത് ഇതിന്റെ സവിശേഷതയാണ്. ബാക്കി റിങ്സിന്റെ പോലെ ചാർജ് ചെയ്യേണ്ട ആവശ്യം ഇതിനില്ല. ജീവജാലങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വഴി ഇത് ഓട്ടോമാറ്റിക്കലി ചാർജ് ആകുന്നു. സിനിസ്ട്രോ ആണ് ആദ്യത്തെ വൈറ്റ് ലാൻഡേൺ. പിന്നീട് ആ റിംഗ് ഹാൽ ജോർഡാന് ലഭിക്കുന്നു. ഹാലാണ് ഇത് യൂസ് ചെയ്ത് മരിച്ചുപോയി ബ്ലാക്ക് ലാൻഡേൺസ് ആയ ക്യാരക്ടേഴ്സിനെയൊക്കെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്, അവരെ വൈറ്റ് ലാൻഡേൺസ് ആക്കുന്നത്. അതിനെ തുടർന്ന് ഈ റിംഗ് ധാരാളം ക്യാരക്ടേഴ്സ് അണിഞ്ഞിട്ടുണ്ട്. ബ്ലാക്ക് ഒഴികെയുള്ള മറ്റ് എല്ലാ റിങ്ങുകളുടെയും പവേഴ്സ് ഈ റിങ്ങിനുണ്ട്. നെക്രോണിനെ തോൽപ്പിച്ചതിന് ശേഷം ഡെഡ്മാൻ ഒഴികെ ബാക്കിയുള്ളവരെല്ലാം വൈറ്റ് ലാൻഡേൺ കോറിൽ നിന്ന് ഡിസ്ചാർജ് ആകുന്നു. പിന്നീട് മറ്റൊരു സ്റ്റോറി ലൈനിൽ കെയിൽ റൈനർ മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു വൈറ്റ് ലാൻഡേൺ ആകുന്നുണ്ട്. അൾട്രാ വയലറ്റ് ഇമോഷണൽ സ്പെക്ട്രത്തിൽ ഏറ്റവും പുതിയതായി ആഡ് ചെയ്യപ്പെട്ടതാണ് അൺസീൻ ലൈറ്റ് അല്ലെങ്കിൽ അൾട്രാ വയലറ്റ്. ഇൻവിസിബിൾ ഇമോഷണൽ സ്പെക്ട്രത്തിന്റെ ഭാഗമാണ് ഇത്. ഒരു ലീവിംഗ് ഇൻവിസിബിൾ ഗാലക്സിയിലെ അംബ്രാക്സ് എന്നു പേരുള്ള നക്ഷത്രമാണ് അൾട്രാ വയലറ്റ് കോറിന് പവർ നൽകുന്നത്. അംബ്രാക്സ് അദൃശ്യമായി ബഹിരാകാശത്ത് കൂടി അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് നാശത്തോട് അടുത്തുകൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങളെ അംബ്രാക്സ് തന്റെ ഗാലക്സിയിലേക്ക് മാറ്റും. ഒരാളുടെ ഉള്ളിലുള്ള വിരോധം, നാണം തുടങ്ങിയ പ്രിമിറ്റീവ് ഇമോഷൻസ് ആണ് അൾട്രാ വയലറ്റിന് പവർ നൽകുന്നത്. യൂസറിൽ ഈ നെഗറ്റീവ് ഇമോഷൻസ് കൊണ്ട് നിറയ്ക്കാൻ ഈ റിങ്ങിന് സാധിക്കും. പക്ഷേ യൂസർ അല്ല ഈ റിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നത്, മറിച്ച് അംബ്രാക്സ് ആണ് ഇതിന്റെ യൂസേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത്. സിനിസ്ട്രോ ആണ് ഈ പവറിനെ പറ്റി ആദ്യമായി മനസ്സിലാക്കുന്നതെങ്കിലും ജോൺ സ്റ്റുവർട്ടാണ് ആദ്യമായി യുവി റിംഗ് ധരിക്കുന്നത്. അതിനുശേഷം ജോൺ ജസ്റ്റിസ് ലീഗിനെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നു. പക്ഷേ തന്റെ വിൽ പവർ ഉപയോഗിച്ച് അംബ്രാക്സിന്റെ കൺട്രോളിൽ നിന്ന് ജോൺ രക്ഷപ്പെടുന്നു. കൂട്ടത്തിൽ ഏറ്റവും പുതിയതും വളരെയേറെ പവർഫുളുമായ അൺസീൻ ലൈറ്റിനെ പറ്റി ഇനിയും കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അറിയാനുണ്ട്. ഇപ്പോൾ ഇത് ജെയിംസ് ഗണ്ണിന്റെ DCUയുടെ ഭാഗമായി ഒരു പ്രോപ്പർ ഗ്രീൻ ലാൻഡേൺ ലൈവ് ആക്ഷൻ അഡാപ്റ്റേഷൻ വന്നിരിക്കുകയാണ്. അതും ഭൂമിയിലെ 3 ഗ്രീൻ ലാൻഡേൺസുമായി. കെയിൽ ചാൻഡലറിന്റെ ഹാൽ ജോർഡാനും ആരോൺ പീറിന്റെ ജോൺ സ്റ്റുവർട്ടും പ്രധാന വേഷങ്ങളിലെത്തുന്ന പുതിയ HBO സീരീസായ ലാൻഡേൺസ്. 8 എപ്പിസോഡുകളുള്ള ആദ്യ സീസണിലെ ഫസ്റ്റ് എപ്പിസോഡ് ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞു. ഒരു സാധാരണ ഗ്രീൻ ലാൻഡേൺ കഥയിൽ ആരാധകർ പ്രതീക്ഷിക്കുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ശൈലിയാണ് ലാൻഡേൺ സ്വീകരിച്ചിരിക്കുന്നത്. ഒരു കോമിക് ബുക്ക് സൂപ്പർ ഹീറോ അഡ്വഞ്ചറിലേക്ക് പെട്ടെന്ന് കടക്കുന്നതിന് പകരം ഒരു മിസ്റ്ററി ഡിറ്റക്റ്റീവ് ത്രില്ലറായിട്ടാണ് ഈ സീരീസ് ഒരുക്കിയിരിക്കുന്നത്. ഒരു ബഡ്ഡി കോപ്പ് സ്റ്റോറിയൊക്കെ പോലെ. ഈ അന്വേഷണത്തിനോടൊപ്പം ഗ്രീൻ ലാൻഡേൺ മിത്തോളജി പതുക്കെ കഥയിലേക്ക് കടന്നു വരുന്നു. ഗ്രീൻ ലാൻഡേൺ കോറിലേക്ക് പുതിയതായി എത്തിയ ജോൺ സ്റ്റുവർട്ടിൻ്റെയും വെറ്ററിനായ ഹാൽ ജോർഡാൻ്റെയും കഥയാണ് ഇത്. ഇരുവരും അമേരിക്കയിലെ ഗ്രാമീണ മേഖലയിൽ നടക്കുന്ന ഒരു ദുരൂഹമായ കൊലപാതകത്തെക്കുറിച്ച് അന്വേഷിക്കാൻ എത്തുന്നു. ഒരു സാധാരണ പ്രാദേശിക കുറ്റകൃത്യമെന്ന് തോന്നിക്കുന്ന ഈ സംഭവം പിന്നീട് വളരെ വലിയൊരു പ്രപഞ്ച ഭീഷണിയുടെ സൂചനകളിലേക്ക് വിരൽ ചൂണ്ടുന്നു. വിശാലമായ DC യൂണിവേഴ്സിലേക്ക് വഴി തുറക്കുന്ന ഭൂമി പശ്ചാത്തലമാക്കിയുള്ള ഒരു മിസ്റ്ററിയാണ് ഈ സീരീസ് എന്ന് DC സ്റ്റുഡിയോസ് മുമ്പ് വെളിപ്പെടുത്തിയിരുന്നു. ഹാലും ജോണും തമ്മിലുള്ള ബന്ധമാണ് ഈ ഷോയുടെ പ്രധാന ആകർഷണം. വർഷങ്ങളായി കോറിൽ പ്രവർത്തിക്കുന്ന പരിചയസമ്പന്നനായ ലാൻഡേണാണ് ഹാൽ. എന്നാൽ ജോൺ ഇന്നും കാര്യങ്ങൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഹാൽ ഒരു വ്യത്യസ്തനായ മെൻഡറായിട്ടാണ് എത്തുന്നതെങ്കിലും അവർക്കിടയിൽ സംഘർഷങ്ങളും ഹ്യൂമറും നമുക്ക് കാണാൻ സാധിക്കും. ഇവർക്ക് പുറമെ സൂപ്പർമാനും പീസ് മേക്കറിനും ശേഷം ഗൈ ഗാർഡനറായി നാത്തൻ ഫിലിയോനും തിരിച്ചെത്തുന്നു. സിനിസ്ട്രോയായി എൾറിച്ച് തോംസൺ എന്ന ആക്ടറാണ് അഭിനയിക്കുന്നത്. സിനിസ്ട്രോയുടെ സാന്നിധ്യം ഇവിടെ വളരെ നിർണായകമാണ്. കഥ മുഴുവൻ ഭൂമിയിലാണ് നടക്കുന്നതെങ്കിലും ഗ്രീൻ ലാൻഡേൺ കോറിൻ്റെ കോമിക്സ് ലോകത്തെ സീരീസ് പൂർണ്ണമായിട്ടും മാറ്റി നിർത്തില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. സൂപ്പർ ഹീറോ എലമെൻറ്റുകൾക്കൊപ്പം ഇൻവെസ്റ്റിഗേഷന് മുൻഗണന നൽകുന്ന ട്രൂ ഡിറ്റക്റ്റീവ് പോലെയുള്ള ക്രൈം ഡ്രാമകൾ ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട് എന്ന് അണിയറ പ്രവർത്തകർ തന്നെ പറഞ്ഞിരുന്നു. 8 എപ്പിസോഡുകൾക്കപ്പുറം വലിയൊരു ഭാവി തന്നെ ഈ സീരീസിലെ കഥാപാത്രങ്ങൾക്കുണ്ട്. വരാനിരിക്കുന്ന സൂപ്പർമാൻ്റെ 2ാം ഭാഗമായ മാൻ ഓഫ് ടുമാറോയിൽ ജോൺ സ്റ്റുവർട്ട് പ്രത്യക്ഷപ്പെടും. എങ്കിലും ഒരു പ്രത്യേക ഡയറക്ഷനിലേക്ക് കഥ നിർബന്ധിച്ച് തിരിച്ചുവിടാതെ ജോണിൻ്റെ കഥാപാത്രത്തെ സ്വാഭാവികമായി വികസിപ്പിച്ചെടുക്കാനുള്ള സ്വാതന്ത്ര്യം നിർമ്മാതാക്കൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് ഷോ റണ്ണർ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഈ സീരീസിലൂടെ ഗ്രീൻ ലാൻഡേൺ ലോർ ഫൈനലി ലൈവ് ആക്ഷനിൽ പ്രോപ്പറായി എക്സ്പ്ലോർ ചെയ്യപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. HBO ആയതുകൊണ്ട് തന്നെ മിനിമം ക്വാളിറ്റിയും ഗ്യാരണ്ടീഡ് ആണ്. അപ്പോൾ ഒരിക്കൽ നിങ്ങളെ ഒരു ലാൻഡേൺ റിംഗ് തേടി വരികയാണെങ്കിൽ നിങ്ങളുടെ നേച്ചറും ക്യാരക്ടറും വെച്ച് നിങ്ങൾ ഏത് കളർ ലാൻഡേൺ കോറിൻ്റെ മെമ്പർ ആകാനാണ് സാധ്യത എന്ന് താഴത്ത് ചൂസ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരെ ദിസ് ഈസ് മീ സാൻ സൈനിങ് ഓഫ് ഫ്രം കോമിക് മന്ത്ര.